നമസ്തേ. ശബരിമല തീർത്ഥാടകർക്ക് വ്രതശുദ്ധി പോലെ തന്നെ വൃത്തിയും പ്രധാനമാണ് എന്ന് തന്ത്രി കണ്ഠരര് രാജീവര്. സന്നിധാനവും പരിസരവും പരിപാവനമായി സൂക്ഷിക്കാൻ ഓരോ ഭക്തനും ശ്രദ്ധിക്കണം. അത് ഭക്തരുടെ കടമ തന്നെയാണ്. 18 മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല. അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. പ്രകൃതിയെയും ജീവജാലങ്ങളെയും അത് ദോഷകരമായി ബാധിക്കും. ഇരുമുടിക്കെട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒഴിവാക്കണം എന്നും തന്ത്രി നിർദ്ദേശിച്ചു. സ്വാമി ശരണം. പുതിയൊരു മണ്ഡലകാലം കൂടെ തുടങ്ങിയിരിക്കുകയാണ്. നിറയെ ഭക്തജനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നുണ്ട്. നമ്മളിപ്പോൾ കൂടുതൽ സമയം നട തുറക്കുന്ന സമയം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അത് കാരണം ഈ വരുന്ന ഭക്തജനങ്ങളൊക്കെ നല്ല രീതിയിലൊരു ദർശനം നടത്തി പോകാൻ സാധിക്കുന്നുണ്ട്. അധികം ബുദ്ധിമുട്ടാതെ തന്നെ, അധികം ക്യൂ ഒന്നുമില്ലാതെ തന്നെ നല്ല സുഖകരമായ ഒരു ദർശനം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. ഇപ്പം വരുന്നവരൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അത് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ വ്രതശുദ്ധിയോടുകൂടിയാണ് വരാൻ. ശുദ്ധി മാത്രം പോരാ, വൃത്തിയും പാലിക്കേണ്ടതാണ്. ഈ 18 മലകളാൽ ചുറ്റപ്പെട്ട പൂങ്കാവനമാണ് ശബരിമല. ഇവിടെ മാലിന്യപ്പെടുത്താതിരിക്കാൻ ഓരോ ഭക്തരും ശ്രദ്ധിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ കടമയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിയുന്നത് ഒഴിവാക്കണം. ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. പ്രകൃതിയെ തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരുമുടിക്കെട്ടിൽ നിന്ന് അനാവശ്യമായ സാധനങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഒഴിവാക്കി വേണം ഇരുമുടി നിറച്ച് ഭക്തിപൂർവ്വം ശ്രദ്ധപൂർവ്വം ഇവിടെ എത്താം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ഇപ്പോഴത്തെ ശബരിമല മേൽശാന്തി എസ് അരുൺകുമാറും സന്നിധാനവും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. നിയുക്ത മേൽശാന്തി എറണാകുളം പാവക്കുളത്തെ വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന കാര്യാലയം സന്ദർശിക്കവെയായിരുന്നു പരാമർശം. ഭഗവാനെ ഭക്തിപൂർവ്വം പൂജിക്കുക, ആരാധിക്കുക എന്നതിൽ കവിഞ്ഞ് ഈ പ്രകൃതി തന്നെ ഒരു ഈശ്വരനാണ്, അയ്യപ്പസ്വാമിയാണെന്നുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും വേണം. ഭഗവത് സേവ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയെ ആരാധിക്കാനും പൂജിക്കാനും ഒക്കെ നമ്മൾ വേണം. നമ്മുടെ അമ്മയായിട്ട് വേണം പ്രകൃതിയെ കാണാൻ. ഈ പ്രപഞ്ചത്തിൻ്റെ മാതാവാണ് ഭഗവതി അമ്മ. നമുക്കെല്ലാം അറിയാം, നമ്മളിന്ന് വളരെ ദുഃഖത്തിലാവുന്ന ഒരു കാര്യമാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറയുന്ന ഒരു വിഷയം. നമ്മൾ ശബരിമല ധർമ്മശാസ്താവിനെ, അയ്യപ്പസ്വാമിയെ കാണാൻ ചെല്ലുമ്പോൾ ഇരുമുടിക്കെട്ടിൽ നമ്മൾ ഒക്കുന്നതും ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കവറുകളും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നുള്ള എല്ലാം മൊത്തം പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കതുകൊണ്ട് അറിയാം, പ്ലാസ്റ്റിക് കൊണ്ടുള്ള മാലിന്യങ്ങളുടെ ആ പ്രകൃതിക്കുണ്ടാകുന്ന നാശങ്ങൾ, ജന്തുക്കൾക്കുണ്ടാകുന്ന നാശങ്ങൾ. അയ്യപ്പസ്വാമിയുടെ തത്വം തന്നെ എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ്. അതാണല്ലോ നമ്മളെ തത്വമസി എന്ന് പറയുന്ന ആ തത്വം തന്നെ. ആ പ്രകൃതിയെയും ഈശ്വരനെയും ഒന്നായി കണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രകൃതിയെ സംരക്ഷിക്കുക, സ്നേഹിക്കുക. അതോടൊപ്പം അയ്യപ്പസ്വാമിയെ ആ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് നമുക്കെല്ലാവർക്കും സായുജ്യം നേടാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സ്വാമിയെ ശരണമയ്യപ്പ.